എന്റെ സുധി പഠിത്തവനോർത്ത് നീ ഒന്ന് പോ. എന്റെ ഇക്ക ഞാൻ അവനെ വിളിച്ചോണ്ട് പോകാൻ വന്നതല്ല. പിന്നെ അവൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പിന്നെ നോക്കി എന്റെ ഇക്ക ഞാൻ പോണില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ അവനോട്. ഇതൊന്നും പിടി. ഇതെന്തിനാ? ഒന്നുമില്ല, നിങ്ങൾ നടത്തിക്കോളെ, ഞാൻ പോയിക്കോളാ. നീ എന്താ കാലത്ത് ടീച്ചറുടെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ? നിന്റെ വീട്ടിലേക്ക് ഞാൻ നിന്റെ ഭാര്യയുടെ വായിലിരിക്കണേക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ സുധി നീ ഒന്ന് പോയിക്കോ, അവനിവിടെ പണിയുള്ളതാ. പോവാണ്. ഓ അവളാ? ആരാ? എന്റെ പൊണ്ടാട്ടി അല്ലാതെ ആരാ? മെസ്സേജും വന്നു. സുധിയോടൊപ്പമുള്ള ജീവിതം എനിക്ക് മടുത്തു, നമുക്ക് പിരിയാന്ന്. ഇതുപോലെ 10-20 മെസ്സേജ് വേറെയും കിടക്കുന്നുണ്ട്. എപ്പോ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും അപ്പൊ ഇതുപോലത്തെ മെസ്സേജ് അവൾ അയക്കും. അവളാ ഞാനുണ്ടല്ലോ. അല്ല നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്തിനാ? എടാ അതെ വേറെ ഓ ഈ ഇക്കാന്റെ ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല. നീ എന്താ കാണിക്കണത്? എന്തേ? എടാ അത് ഇക്കടെ നിക്കറാണത്. ഇതാ നീ അതവിടെ ഇട്ടേ. നീ വേഗം ഇവിടെ പോയിക്കോ, അല്ലെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ ഇവിടെ ആകെ ബഹളമായിരിക്കും. നമുക്ക് വൈകുന്നേരം മില്ലിൽ വെച്ച് കാണാം. എന്താണ് അവനോട് പോണില്ലേ? എന്തൊരാത്മാർത്ഥത. മതി എനിക്ക് ഈ ജീവിതം. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഫോൺ വിളിച്ചാരും എടുക്കത്തുമില്ല. എന്നെ ഒന്ന് തിരിച്ചു വിളിക്കോ അതുമില്ല. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്റെ അപ്പച്ചൻ എന്നെ എടുത്തോണ്ട് നിൽക്കുന്ന നല്ലൊരു ഫോട്ടോ ആയിരുന്നു അത്. സുധി അല്ലാണ്ട് ഈ വീട്ടിൽ വേറെ ആരെടുക്കാനത്? സുധി തന്നെ അതെടുത്ത് കളഞ്ഞിരിക്കുന്നെ. ഇനി അങ്ങനെ ഒരു ഫോട്ടോ എവിടെ നിന്ന് കിട്ടാ? അയ്യോ എന്റെ മോള്. സുധി ഇവിടെ ഉണ്ട്, ഇങ്ങ് പോരെ. ആൻസി ഇവിടെ ഇരിക്കുക. അച്ഛന്റെ പാപ്പ പാപ്പ നിന്ന ചെല്ല് ചെല്ല്, ചെന്ന് പിണക്കം മാറ്റ്. എന്താടി പെട്ടിയും വേഗം കെട്ടിപ്പോഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നോടൊപ്പമുള്ള ജീവിതം മതിയാക്കി ഇറങ്ങിയതാണോ വീട്ടിൽ നിന്ന്? അതെ. എന്നിട്ട് എന്താണ് നിന്റെ വീട്ടിൽ പോകാതെ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ ഇറങ്ങിയത്. ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്റെ പൊന്നു ടീച്ചറെ, പോണവരങ്ങോട്ട് പോകില്ലായിരുന്നോ? സുധി, നീ ആൻസിയുടെ അപ്പച്ചനും കൂടി നിൽക്കുന്ന ഫോട്ടോ എങ്ങാനും എടുത്തു കളഞ്ഞു? ഞാനോ? അല്ല, ഞാൻ ഒന്നും അറിയാൻ പാടാത്ത പോലെ ചോദിക്കുന്ന കണ്ടില്ലേ? കണ്ടു ടീച്ചറെ, സുധി തന്നെ അത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. സുധിക്ക് എന്റെ അപ്പച്ചനെ സുധീനെ കണ്ണെടുത്താ കണ്ടൂടാ. അപ്പച്ചനോടുള്ള ദേഷ്യത്തിന് സുധി എടുത്ത് കളഞ്ഞതാ. എടീ, എനിക്ക് നിന്റെ അപ്പച്ചനെയല്ല, നിന്റെ അപ്പച്ചനാ കണ്ണെടുത്ത് എന്നെ കൊണ്ടുവിടാത്തത്. എന്റെ ടീച്ചറെ, ഇവളുടെ തലയ്ക്ക് വട്ടാ. ആ ഫോട്ടോ ഞാൻ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല. താഴെ വീണ് കിടക്കണ കണ്ടപ്പോ കൊച്ചെടുത്ത് കീറിക്കളയണ്ടല്ലോ എന്ന് കരുതി അലമാരിലെ ഡയറിക്കുള്ളിൽ വെച്ചു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സുധി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. അല്ല, അതെനിക്കറിയാമായിരുന്നു. ഞങ്ങൾ പോട്ടെ ടീച്ചറെ. വാടാ മോളെ, വാ സുധിയേട്ടാ, നമുക്ക് പോവാം. ആ ബാഗ് എടുത്തോട്ടോ. പോട്ടെ ടീച്ചറെ. നിങ്ങൾ ഇങ്ങനെ ഫോണിൽ കൂടി കലപിലാന്ന് പറയാണ്ട് ഇങ്ങോട്ട് വാ. ഇപ്പൊ വരുന്നതില് നല്ല ചെറുതേക്കാ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് വാ, അതാ നല്ലത്. അതെ, അമ്മാവൻ അങ്ങനെ പലതും പറയും, അതൊന്നും നീ കാര്യാക്കണ്ട. ഒരു പെണ്ണിനെയും കെട്ടി അവളെ മാന്യമായി പോറ്റാനുള്ള അന്തസ്സുള്ള ജോലിയില്ലേ നിനക്ക്? ജോലി ഉണ്ടായ മാത്രം പോരാ, സ്ഥിരമായിട്ട് ജോലിക്ക് പോണം. നീ ഒരു കാര്യം ചെയ്യും, പോയി അവളെ വിളിച്ചിറക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്നെന്തിനാ? ഇവിടെ പണി കീർത്താനാ? എന്റെ പൊന്നു വരവണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാനല്ല പറഞ്ഞത്, നിന്റെ വീട്ടിലേക്ക്. അങ്ങനെ വിളിച്ചാ അവൾ ഇറങ്ങി വരുമോന്ന് അറിയില്ല. വരില്ല, നിന്റെ ഒന്നും കൂടെ ഒരു പെണ്ണും വരില്ല.
ബുദ്ധിയില്ല, ബോധമില്ല. അതല്ല ദാസപ്പേട്ട, അവൾക്ക് ഇവൻ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? എന്നാലല്ലേ ഇവൻ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ. ആ, നീ ഒരു കാര്യം ചെയ്യും, നീ വിളിച്ച് ഇറങ്ങി വരാൻ മാത്രം അവള് നിന്നെ ഇഷ്ടപ്പെടാൻ ദൈവത്തോട് മനസ്സുരി പ്രാർത്ഥിക്ക്. എല്ലാം നീ ദൈവത്തിൽ അർപ്പിക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. ആ, ഇയാൾക്കൊരു മില്ലുണ്ടെന്ന് കരുതി ആരെന്ത് പറഞ്ഞാലും അർപ്പിക്കണ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ അർപ്പിക്കും, ഇവിടെ അർപ്പിക്കും, ദൈവത്തിൽ അർപ്പിക്കും. അതല്ലടാ, ദാസപ്പേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. നിനക്കറിയോ, ആൻസിയെ പ്രേമിച്ചു കിടന്ന കാലത്ത് നീ പോലും അറിയാതെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാട് നേർച്ച നടത്തിയിട്ടുണ്ടെന്ന് അറിയോ? അതിന്റെ ഫലവും എനിക്ക് കിട്ടി. ആൻസി അവളുടെ അപ്പച്ചനെ അമ്മച്ചി ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി പോകുന്നില്ലേ? എന്താടാ നായിന്റെ മോനെ, നിന്റെ കൈ പൊങ്ങത്തില്ലേ? അതോ നീ നക്സലാണോ? എന്നാ പിന്നെ നീ തന്നെ കൊന്നാ മതി. വെക്കടാ വെടി അവനെ നെഞ്ചും കൂടി നോക്കി. വെടി വേണ്ട സാർ, ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നീ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൂടി മരിച്ചു. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തളയും.